ഇപ്പോൾ കേരളത്തിലെ നമ്പർ 1 കോമാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഉത്തരവായിരിക്കും അലിൻ ജോസ് പെരേര. ശരിക്കും അലിൻ ജോസ് പെരേരയാണോ കോമാളി, അതോ അവൻ കോമാളിയാണെന്ന് വിചാരിക്കുന്ന നമ്മളൊക്കെയാണോ കോമാളി? അലിൻ ജോസ് പെരേരയുടെ ആദ്യം മുതൽ ഇതുവരെയുള്ള വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവൻ കൃത്യമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അവൻ കോമാളിയാണെന്ന് വിചാരിക്കുന്ന ഓഡിയൻസിനെയാണ് അലിൻ ജോസ് പെരേര കോമാളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവൻ്റെ അഭിനയമാണെങ്കിൽ അവനൊരു ഓസ്കാർ കൊടുക്കേണ്ടി വരും. ആദ്യമായിട്ട് വനിതാ തിയേറ്ററിലെ മൂവി റിവ്യൂ ഫേമസ് ആക്കിയത് ആറാട്ടണ്ണനാണ്. ആറാട്ടണ്ണന് ശേഷമാണ് അലിൻ ജോസ് പെരേര വന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള റിവ്യൂ പാറ്റേൺ, ഡാൻസ് റിവ്യൂ. ആൻഡ് അതിനുശേഷം ഒരുപാട് പേര് വന്നു, മനോജ്, കിംബോയ്, അങ്ങനെ ഒരുപാട് കോമാളികൾ വീണ്ടും ഓരോ ആഴ്ചയിലും ഉടലെടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇവരിൽ ആരും ഇപ്പോൾ ഡിജിറ്റൽ പ്രസൻസിലില്ല. ഇവരിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ വന്നതിനേക്കാൾ കൂടുതൽ ഡിജിറ്റൽ പ്രസൻസിൽ, വന്നതിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റിയിൽ നിൽക്കുന്നത്, അലിൻ ജോസ് പെരേര. മുമ്പ് വന്ന ആൾക്കാരും ശേഷം വന്ന ആൾക്കാരും കൂടെ വന്ന ആൾക്കാരും ഇപ്പോൾ എവിടെയാണെന്ന് പലർക്കും അറിയില്ല. അതേസമയം ഡിജിറ്റൽ സ്പേസ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലിൻ ജോസ് പെരേര. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഒന്ന് റീൽസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 10 റീലുകളിൽ ഒരു റീല് വരുന്നത് അലിൻ ജോസ് പെരേര ആയിരിക്കും. അത്രത്തോളം പബ്ലിസിറ്റി അലിൻ ജോസ് പെരേരയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞു. കേരളത്തിൽ അലിൻ ജോസ് പെരേര അറിയാത്തതായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കോമാളിത്തരം കാണിച്ച ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച അവനെ എടുത്ത് പൊക്കി വയ്ക്കും. അവൻ ഭയങ്കര വൈറലായിരിക്കും, ഭയങ്കര റീച്ചായിരിക്കും. പക്ഷെ ഒരാഴ്ച കഴിയുമ്പം അവൻ താഴെ കിടക്കും. അത് തന്നെയാണ് ആറാട്ടണ്ണനും മനോജിനും കിംബോയ്ക്കും ഒക്കെ സംഭവിച്ചത്. അലിൻ ജോസ് പെരേരയെ ആദ്യം നമ്മൾ കണ്ടത് മൂവി റിവ്യൂ ആയിട്ടാണ്. പാട്ട് പാടി ഡാൻസ് കളിച്ച് വേർഡായിട്ട് മൂവി റിവ്യൂ പറയുന്ന ഒരാളെ എല്ലാവരും ശ്രദ്ധിച്ചു, എല്ലാവരും കവർ ചെയ്തു. ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയാസും ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം ചാനൽസും ഒക്കെ വൻ പബ്ലിസിറ്റി കൊടുത്തു, വൻ റീച്ച് ആക്കി. അതേ സാധനം അലിൻ ജോസ് പെരേര വീണ്ടും സെയിം പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ അലിൻ ജോസ് പെരേര റീപ്ലേസ് ആയതിനെ, പുതിയ ആൾ വന്നേനെ. അവിടെയാണ് അവൻ ആ പ്ലാൻ പുറത്തെടുത്തത്. ആ ഒരു സംഭവം അത്യാവശ്യം റീച്ചായി. അതിന്റെ റീച്ച് ഒന്ന് കുറഞ്ഞു, ഫെയിം കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ അലിൻ ജോസ് പെരേര പുതിയ സ്ഥാനത്തിലേക്ക് വന്നു. വിയേർഡായിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ്, വിയേർഡായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസ്. ആൻഡ് അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ ട്രോൾ കിട്ടി, നല്ല രീതിയിൽ ആൾക്കാർ ഷെയർ ചെയ്തു, നല്ല രീതിയിൽ ആൾക്കാർ കളിയാക്കി. ഓരോ ആൾക്കാർ കളിയാക്കും തോറും, ഓരോ റീൽസ് കളിയാക്കി വരും തോറും അവന്റെ റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു റീച്ച് കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ പുള്ളി വീണ്ടും പുതിയ സ്ഥാനത്തിലേക്ക് വന്നു. ഷോർട്ട് ഫിലിംസും അത്യാവശ്യം നല്ല രീതിയിൽ ട്രോൾ കിട്ടി, അത്യാവശ്യം നല്ല രീതിയിൽ ലൂക്ക് കിട്ടി, അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചും കിട്ടി. അതിന്റെയും ഒരു ട്രെൻഡ് കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും ഗേൾസിനെയും കൊണ്ടുവന്ന് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അവിടെയും പുള്ളിക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടി. അവന്റെ ആ ഒരു ടാക്ടിക്സ് വലിക്കുകയും ചെയ്തു. വീണ്ടും അതും ആൾക്കാർ മടുത്തു തുടങ്ങി. ആൾക്കാർ ഇനി കാണില്ല എന്ന രീതിയിലേക്ക് വന്നപ്പോൾ പുതിയ സാധനം കൊണ്ടുവന്നു. ഐക്കോണിക് ആയിട്ടുള്ള മൂവി സീൻസിന്റെ വിയേർഡ് ആയിട്ടുള്ള റീക്രിയേഷൻസ്. അവിടെയും ട്രോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആറാട്ടണ്ണനാണെങ്കിൽ സെയിം, ഏതെങ്കിലും സിനിമ കാണുന്നു, വന്ന് എന്തെങ്കിലും കൊണയടിക്കുന്നു, അല്ലെങ്കിൽ മറ്റേ മുഖം കാണാതെ വീഡിയോ എടുത്തിട്ട് ഏതെങ്കിലും നടിമാരെ കുറിച്ച് അപരാധം പറയുന്നു. ഇത് തന്നെയാണ് അണ്ണൻ ആദ്യം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് അത് മടുത്തു, അണ്ണൻ റീപ്ലേസ്ഡ് ആയി. പക്ഷേ അലിൻ ജോസ് പെരേര കാണിക്കുന്നത് കോമാളിത്തരമാണെങ്കിലും അവൻ അതിലും ഡൈവേഴ്സിറ്റീസ് ട്രൈ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഉദ്ഘാടനങ്ങള്, കല്യാണങ്ങള്, പിറന്നാളുകള്, ബർത്ത്ഡേ വിഷസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. ഒരു കല്യാണത്തിന് കിട്ടുന്നത് 25,000 50,000 എന്നൊക്കെയാണ് അലിൻ ജോസ് പറയുന്നതെങ്കിലും പോട്ടെ, നമുക്കൊരു മിനിമം 5,000 നോക്കിക്കഴിഞ്ഞാൽ പോലും മാസത്തിൽ ഒരു 10 കല്യാണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 50,000 രൂപയാണ്. ആ ഒരു കല്യാണത്തിന് പോയി അവിടെ ജസ്റ്റ് ഒന്ന് കണ്ട് തിരിച്ചു വരുന്നതിന് സമയം ചെലവാകുന്നത് മാക്സിമം 1 hour അല്ലെങ്കിൽ 2 hour. ആള് കോമാളി ആവുകയാണ്, ആള് കോമാളി വേഷം കളിക്കുകയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി അവനവിടെ കിട്ടുന്നത് റീച്ചാണ്, അവനവിടെ കിട്ടുന്നത് ഫെയിമാണ്, അവനവിടെ കിട്ടുന്നത് മണിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവന് മുമ്പോ അവന് ശേഷമോ അവന്റെ കൂടെയോ വന്നവ എല്ലാവരും ഫീൽഡ് ഔട്ട് ആയി പോയിട്ടും അലിൻ ജോസ് പെരേര ഇപ്പോഴും ഡിജിറ്റൽ സ്പേസിൽ ഫെയിമായിട്ട് കത്തി നിൽക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊക്കെ അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു ഓസ്കാർ കൊടുക്കേണ്ടി വരും.